وهو الذي وحدنا على كلمة التوحيد والإصلاح وهو الذي أكرمنا بالقرآن الكريم وشعارنا ومسجد وما يتعلق به وهو الذي شرع لنا العبادات الصالحات المختلفة وهو الذي علمنا ما لم نعلم الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على رسوله الكريم الأمين الأمي القائل من بنى لله بيتا بنى الله له بيتا في الجنة. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ഈ പരിപാടിയുടെ സമാദരണീയനായ അധ്യക്ഷൻ KNM-ന്റെ ജില്ലാ സെക്രട്ടറി കുഞ്ഞിപ്പ മാസ്റ്റർ, ഈ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അസർ നമസ്കാരത്തിന് ശേഷം മസ്ജിദുൽ മുസ്ലിഹീന്റെ പുനർനിർമ്മാണ ശിലാസ്ഥാപനവും നിർവഹിച്ചിട്ടുള്ള കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി അടക്കമുള്ള വേദിയിലെ പ്രസ്ഥാന ബന്ധുക്കളെ, നേതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സഹൃദയരെ, തിരുനാവായ സാംസ്കാരികമായും പൈതൃകം കൊണ്ടും നവോത്ഥാനം കൊണ്ടും സമ്പന്നമായ പ്രദേശമാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു നൂറ്റാണ്ടിനോടടുത്ത ഇസ്ലാമിക ഉമ്മത്തിൻ്റെ തിരുനാവായ പ്രദേശ പരിസരങ്ങളിലേക്ക് ഇസ്ലാഹിൻ്റെ വെളിച്ചം വിതറിയിട്ടുള്ള മസ്ജിദിൻ്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനത്തിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യമായി നിർവഹിച്ചത് മസ്ജിദായിരുന്നു. മസ്ജിദുൻ നബവിയുടെ പരിച്ഛേദമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും മഹല്ലുകളും മസ്ജിദുകളുമെന്ന് സംക്ഷിപ്തമായി നമുക്ക് പറയാവുന്നതാണ്. പ്രവാചകന്റെ പ്രബോധന ദൗത്യത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളെല്ലാം ഭംഗിയോടെ ഭക്തിയോടെ പ്രവാചകൻ നിർവഹിച്ചത് മസ്ജിദ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു. മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഐഹിക ക്ഷേമത്തിൻ്റെയും പരലോക മോക്ഷത്തിൻ്റെയും സർവ്വ വിഷയങ്ങളും പ്രബോധിത സമൂഹത്തിൻ്റെ മനസ്സുകളിലേക്ക്, പ്രബോധിത മണ്ണിലേക്ക് പ്രവാചകൻ ഏറെ ഗുണകാംക്ഷയോടെ പങ്കുവച്ചത് എന്ന ചരിത്രവും നമുക്കറിയാം. അഥവാ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 104-ാമത്തെ ആയത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് മസ്ജിദുൻ നബവി കേന്ദ്രീകരിച്ചായിരുന്നു. ആ ദൗത്യം തന്നെയാണ് എക്കാലവും മസ്ജിദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. സമൂഹത്തിന് എക്കാലവും അനിവാര്യമായി തീരുന്ന നന്മകൾ ഏതൊക്കെയുണ്ടോ ആ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക. വയഅ്മുറൂന ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുക. വയൻഹൗന അനിൽ മുൻകർ, കുടുംബത്തെ, സമൂഹത്തെ, തലമുറയെ പിറകോട്ടടിപ്പിക്കുന്ന ജീർണതയിലേക്കും തിന്മകളിലേക്കും ആഭാസങ്ങളിലേക്കും അതേപോലെ തന്നെ ചൂഷണങ്ങളിലേക്കും ഒക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അതിൽ നിന്നെല്ലാം തലമുറയെ, സമൂഹത്തെ, കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുക. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, തീർച്ചയായും അക്കൂട്ടരാകുന്നു വിജയികളായ ആളുകൾ എന്ന്.
ഈ ആയത്തിൻ്റെ ആവിഷ്കാരം, പ്രവർത്തന പദ്ധതികൾ മസ്ജിദ് മഹല്ല് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടേയിരിക്കണം. ഉത്തമ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യമാണത് എന്ന് സൂറത്തു ആലിംറാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉത്തമ സമൂഹത്തിൻ്റെ പ്രകാശ ഗോപുരങ്ങളാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. പുതിയ കാലത്ത് എന്തൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളുമാണോ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ വിഷയങ്ങളിലെല്ലാം സൊല്യൂഷൻ തേടാൻ പറ്റുന്ന ദൈവീക ഭവനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദ്, പള്ളി എന്ന് പറയുന്നത്. ജനങ്ങളെ നമുക്ക് ഈ മസ്ജിദിലേക്കാണ്, മസ്ജിദ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളിലേക്കാണ് ജനങ്ങളെ നമുക്ക് ക്ഷണിക്കുവാനുള്ളത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസപരമായ വ്യതിചലനങ്ങൾ പല വിധത്തിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെടുന്ന മനസ്സ് പടച്ച റബ്ബിൽ നിന്ന് അകന്നു പോവുകയില്ല. മറ്റൊരു കേന്ദ്രങ്ങളിലേക്കും പോകേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം അതിശക്തമാക്കാൻ സാധിക്കുന്ന ആരാധനകളിലെ വ്യത്യസ്ത കർമ്മങ്ങളാണ് ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, യുവതിയെന്നോ യുവാവെന്നോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിക ഉമ്മത്തിലെ ആബാലവൃദ്ധം ആളുകളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അച്ചടക്കവും അതേപോലെ തന്നെ അതിജീവനത്തിൻ്റെ വിശ്വാസ വിശുദ്ധിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങളിൽ വെച്ച് അല്ലാഹ്ക്ക് പുറമെയുള്ള ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന്. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ദുആകളും എല്ലാം പടച്ച റബ്ബിനെ മാത്രം സമർപ്പിക്കുന്ന കേന്ദ്രം, അതാണ് ഇസ്ലാഹി മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ഈ മസ്ജിദിന്റെ പേര് തന്നെ വ്യത്യസ്തമായൊരു നാമം കൂടിയാണ്, മസ്ജിദുൽ മുസ്ലിഹീൻ എന്നാണ്. മുസ്ലിഹി എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ്, പരിഷ്കരണം ഉണ്ടാക്കുക. സാമൂഹികമായ സഞ്ചാരങ്ങൾക്കിടക്ക്, മനുഷ്യ ജീവിത യാത്രക്കിടക്ക് ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിലോ കർമ്മത്തിലോ ധാർമ്മിക സദാചാര രംഗങ്ങളിലോ വീഴ്ചയോ അതേപോലെ തന്നെ വ്യതിചലനങ്ങളോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം പ്രാമാണിക പ്രതലത്തിൽ നിന്നുകൊണ്ട് പക്വതയോടെ മെച്ചപ്പെടുത്തിയെടുക്കുക, നന്നാക്കിയെടുക്കുക എന്ന ദൗത്യമാണ് തീർച്ചയായും ഇസ്ലാഹികൾക്ക് നിർവഹിക്കുവാനുള്ളത്. അങ്ങനെയുള്ള ഒരു പറ്റം ഇസ്ലാഹികളാണ് ഈ മസ്ജിദിന്റെ വ്യത്യസ്ത നാളുവഴികളിലൂടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മസ്ജിദിന്റെ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ആദർശ പ്രബോധനത്തിന് കൂടുതൽ ശക്തി നൽകുന്നതിന് വേണ്ടിയാണ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ മെച്ചപ്പെടുത്തി അതിലുപരി ആശയ ആദർശ പ്രകാശനത്തിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾ ഈ പുതിയ കാലത്ത് ഈ മഹല്ലിൽ, ഈ പ്രദേശത്ത് മുസ്ലിഹുകളായി തീരണമെന്നും അതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ് എന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിക ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ ഭവനങ്ങളുമായി മതം പഠിപ്പിച്ച വിധത്തിലുള്ള ബന്ധവിശുദ്ധി നിലനിർത്തുന്നില്ല എന്നതാണ്. അത് നമുക്ക് തീർച്ചയായും നിലനിർത്തുവാൻ സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അടിയാർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു എഴുത്തുകാരൻ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം DMK നിരോധിച്ച സമയത്താണ് എന്ന ഓർമ്മ, ജയിലിലായ സമയത്ത് അവിടെയുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുകയും അതിൻ്റെ മുന്നോടിയായി തന്നെ അദ്ദേഹം ദൈവത്തെ സംബന്ധിച്ചുള്ള ആലോചന അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവതയിലെ ദൈവവിശ്വാസത്തെക്കുറിച്ച്, ഹൈന്ദവതയിലെ ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അദ്ദേഹം ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലൂടെ ഏകനായ റബ്ബിനെ, പടച്ച റബ്ബിനെ തിരിച്ചറിയാൻ കഴിയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നീട് അടിയാർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഏകമാനവികതയിലേക്ക് നയിക്കുന്ന, ഏകദൈവ വിശ്വാസം സംശുദ്ധമായി പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ ആദർശത്തിലേക്ക് അടിയാറിന് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആത്മകഥ രചിച്ചിട്ടുണ്ട്. ആ ആത്മകഥയുടെ പേര് ചിറയിൻചാലിൽ നിന്ന് പള്ളിവാസൽ വരെ എന്നാണ്. കിട്ടുമെങ്കിൽ നമ്മളത് വാങ്ങി വായിക്കണം.
ഒരേ ഒരു ദൈവം എന്ന് പറയുന്ന പുസ്തകവും അടിയാർ അബ്ദുള്ള അടിയാർ അള്ളാഹുവിൻ്റെ അടിമയായ അടിയാറായി മാറിയതിന് ശേഷം ഇസ്ലാമിലെ വണ്ണസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഏകത്വം, തൗഹീദിൻ്റെ വിളംബരം ലളിതമായി, മനോഹരമായി, ഹൃദ്യമായി, പ്രാമാണികമായി പ്രബോധിത സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ചിറയിൻ ചാലിൽ നിന്ന് അഥവാ ജയിലറയിൽ നിന്ന് പള്ളിയിലേക്ക് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് മസ്ജിദുകളുടെ സന്ദേശത്തിൻ്റെ മൗലിക ഭാഗം എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹം മസ്ജിദുകളിൽ നമസ്കരിക്കുന്ന സമയത്ത് ഇമാമായിരുന്നാലും മൗമൂമായിരുന്നാലും സുന്നത്ത് നമസ്കാരമായിരുന്നാലും നിർബന്ധ നമസ്കാരമായിരുന്നാലും എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്അത്തുകളിലും വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ 5-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബിനോട് പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന്. അതെ, അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് സുന്നിയെന്നോ മുജാഹിദെന്നോ ജമാഅത്തെന്നോ തബ്ലീഗെന്നോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിന്റെ 5 പില്ലേഴ്സ്, 5 തൂണുകളിൽ രണ്ടാമതാകുന്ന ഷഹാദത്തിന് ശേഷം ഒരു മുസ്ലിം മണിക്കൂറുകൾക്കിടക്ക് നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരത്തിലെ ഓരോ റക്അത്തിലും നിർബന്ധമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയിലൂടെ മസ്ജിദിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും പറഞ്ഞ പടച്ച റബ്ബിനോട് പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് മസ്ജിദ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. മസ്ജിദിനകത്തുള്ള നമസ്കാരം നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേർക്ക് നേരെ തേടുക. അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക്, പൊടിയിലേക്ക്, മുടിയിലേക്ക്, പരവതാനികളിലേക്ക്, അതേപോലെ തന്നെ പല തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ട്. മനുഷ്യ മനസ്സിന് സമാധാനം നൽകുമെന്ന് അവകാശപ്പെടുന്ന പല കേന്ദ്രങ്ങളും പല രൂപത്തിലുള്ള വാഗ്ദരണികളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രചണ്ഡമായ പ്രചാരണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം നേരെ ചൊവ്വേ ചിന്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്ന നമസ്കാരം എന്ന കർമ്മം ഒരു ദിനത്തിൽ 17 റക്അത്ത് 5 വക്തായി അതിന്റെ 27 ഇരട്ടി പ്രതിഫലം ആഗ്രഹിച്ച് മസ്ജിദിൽ നിർവഹിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്തിലൂടെ പറയുന്നതിനോട് ഞാൻ നീതി പുലർത്തിക്കഴിഞ്ഞാൽ പുതിയ കാലത്ത് ഇസ്ലാമിക ഉമ്മത്തിനെ ആത്മീയ ചൂഷണങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും വിശ്വാസ വൈകൃതങ്ങളിലേക്കും കൊണ്ടുപോകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ വൈജ്ഞാനിക ആത്മീയ ആരാധന അനുഷ്ഠാന പരിസരവും മസ്ജിദ് നമുക്ക് ഒരുക്കി തരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഊടും പാവുമാകുന്ന നമസ്കാരം പുതിയ തലമുറ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി എത്രത്തോളം അറ്റാച്ച്മെന്റ് ആണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാനിലാണ് തുർക്കി മസ്ജിദിൽ സ്റ്റിക്കർ ചെയ്തു വെച്ചത്. എന്താണ് ആ സ്റ്റിക്കർ? നിങ്ങളുടെ സ്വഫുകൾക്കിടക്ക് കുട്ടികളുടെ ശബ്ദം കേൾക്കുവാനും കുട്ടികളെയും പുതുതലമുറയെയും കാണുവാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം ആശങ്കപ്പെടണമെന്ന് പറയുകയാണ്. നമ്മുടെ സ്വഫുകൾക്കിടക്ക് കുട്ടികൾ ഉണ്ടാകണം. നമ്മുടെ മസ്ജിദുകളിൽ നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ സന്തതികൾക്ക് നമസ്കാരത്തെ സംബന്ധിച്ചുള്ള വസിയത്ത് നൽകിയിരിക്കുന്നു, പറഞ്ഞിരുന്നു, പഠിപ്പിച്ചിരുന്നു, ഓർമ്മപ്പെടുത്തിയിരുന്നു എന്ന് ഒരു ഉത്ബുദ്ധ സദസ്സിന്റെ മുമ്പിൽ ഞാൻ പ്രത്യേകം ആയത്തുദ്ധരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വരെ തൻ്റെ മകൻക്ക് ആദ്യം ശിർക്കിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനം നൽകി വിശ്വാസ വിശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിശ്വാസവും പടച്ച റബ്ബുമായുള്ള ബന്ധവും ശക്തമാക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിമിന്റെ ശിആറാകുന്ന ഐഡന്റിറ്റി ആകുന്ന നമസ്കാരത്തിൽ ഉദാസീനത വരരുതേ എന്ന അർത്ഥത്തിലാണ് മകൻക്ക് അല്ലയോ പൊന്നു മകനെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലും ഉപദേശം നൽകിയത്. വിശ്വാസത്തിലൂടെയും നമസ്കാരത്തിലൂടെയുമാണ് ഇസ്ലാമിക ഉമ്മത്ത് ഉത്തമ സമൂഹമായി തീരുന്നത്. അതിനുശേഷം സ്വഭാവവും സംസ്കാരവും മെച്ചപ്പെടുത്തണം എന്ന് പറയുന്ന മെസ്സേജ് നൽകുകയാണ്. പക്ഷേ നമ്മളെവിടെയാണ്? നമസ്കാരത്തിനകത്ത് നിർവഹിക്കുന്ന കാര്യങ്ങൾ. ഫഹദൽ കെന്ദ്രി എന്ന് പറയുന്ന കുവൈത്തിലെ ഒരു ഖുർആൻ പ്രചാരകനും പണ്ഡിതനുമുണ്ട്. അദ്ദേഹം 3 സീസണുകളിലായി
വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഇസ്ലാം സ്വീകരിച്ച 90ഓളം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ചങ്ങരംകുളത്ത് വെച്ച് നടന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഗസ്റ്റായി ഉദ്ഘാടകനായി അന്ന് വന്ന അമേരിക്കയിൽ നിന്നുള്ള പണ്ഡിതൻ യൂസുഫ് എസ്റ്റേറ്റ്സുമായി ഫഹദ് അൽ കന്ദരി അഭിമുഖം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അഭിമുഖത്തിൽ UK-യിലെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് അദ്ദേഹം അഭിമുഖം നടത്തുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് കൂടുതൽ ഹൃദ്യമായി തോന്നിയത്, നിങ്ങളെ സ്വാധീനിച്ചത്, നിങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ UK-യിലെ പോലീസ് ഓഫീസർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ സ്വീകരണത്തിന് കൂടുതൽ വഴിയൊരുക്കുക, ഇസ്ലാമിക ജീവിതത്തിൽ കൂടുതൽ അനർഘ നിമിഷമായ മാറിയ വിശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അലക്കിലെ 19-ാമത്തെ ആയത്ത് അധ്യായത്തിൽ അവസാനത്തെ സൂക്തത്തിന്റെ ആശയം പങ്കുവെക്കുകയാണ്. വസ്ജുദ് വഖ്തരിബ് എന്നായിരുന്നു. വസ്ജുദ് വഖ്തരിബ് അഥവാ റബ്ബ് സ്രഷ്ടാവ് പ്രപഞ്ചനാഥൻ എന്നോട് ആവശ്യപ്പെട്ടു സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കണമെന്ന്. ആരുടെ മുമ്പിലും തലകുനിക്കുക എന്നത് ആശാവഹമായി ഞാൻ കണ്ടിരുന്നില്ല, തലകുനിക്കൽ ഞാൻ ആലോചിച്ചിരുന്നില്ല. എന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ, സ്രഷ്ടാവിന്റെ മുമ്പിൽ തലകുനിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്ന് ഇസ്ലാം സ്വീകരിച്ച UK-യിലെ പോലീസ് ഓഫീസർ ഫഹദ് അൽ കന്ദരിയോട് പറയുന്ന അഭിമുഖം നമുക്ക് ഗൈഡഡ് ബൈ ഹോളി ഖുർആൻ, ഇഹ്തദൈതു ബിൽ ഖുർആൻ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന്, അതിൻ്റെ ഇസ്ലാമൈസേഷന്റെ പരമ്പരയിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ സുജൂദ് ചെയ്യുന്നു, നമ്മൾ റുക്കൂഅ് ചെയ്യുന്നു, നമ്മൾ ഇഅ്തിദാൽ ചെയ്യുന്നു, ഫാത്തിഹ ഓതുന്നു, നമസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, നിരന്തരമായി പള്ളിയുമായിട്ട് ബന്ധം പുലർത്തുന്നു. നമസ്കാരത്തിലൂടെ, പള്ളിയിലെ മസ്ജിദിലെ സഹവാസത്തിലൂടെ ഏതൊക്കെ ഗുണഗണങ്ങളാണ്, ക്വാളിറ്റീസാണ് നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മസ്ജിദുകൾ വിശാലമാകുന്നു, കൂടുതൽ കൂടുതൽ സൗന്ദര്യാത്മകമായി തീരുന്നു, വർണ്ണഭംഗി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഡിസൈനുകൾ കൂടുതൽ കൂടുതൽ മനോഹരമായി തീരുന്ന സമയത്ത് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാഷ്ടാംഗം നമിക്കാൻ വരുന്ന മുസല്ലികളുടെ, നമസ്കാരക്കാരുടെ മനസ്സിന്റെ ഭംഗി, മനസ്സിന്റെ വിശുദ്ധി, മനസ്സിന്റെ വിനയം, മനസ്സിന്റെ വിട്ടുവീഴ്ച, മനസ്സിന്റെ ആർദ്രത, ഹൃദയ വിശുദ്ധി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ ഉമ്മത്ത് ഒരേ സൊഫിൽ അണിനിരന്ന് നമസ്കരിക്കുകയും ശരീരം കൊണ്ട് അടുത്ത് നിൽക്കുകയും മനസ്സുകൊണ്ട് കിലോമീറ്ററുകൾ അകന്നു പോകുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മഹല്ലുകളിൽ. ഓരോരുത്തരും സമീപത്ത് വന്നു നിൽക്കുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സടുപ്പം കാണിക്കാൻ സാധിക്കുന്നില്ല, ശരീരം കൊണ്ട് അടുപ്പം കാണിക്കുകയാണ്. ഇസ്ലാമിക ലോകം കണ്ട വലിയ പണ്ഡിതനാണ് ഡോക്ടർ മുസ്തഫ സിബായി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാതൃഘടകം, കേരള നദുവത്തുൽ മുജാഹിദീന്റെ മുഖപത്രം അൽമനാർ മാസികയിൽ മുസ്തഫ സിബായിയുടെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സുന്നത്ത് പ്രവാചക ചര്യക്ക് മക്കാനത്തു സുന്ന ഫീ ശരീഅത്തിൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്തിൽ പ്രവാചക ചര്യക്കുള്ള സ്ഥാനം. ആ ഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ ലേഖനം അൽമനാറിൽ നിന്ന് വായിക്കുന്നവരാണ് നമ്മൾ. സ്ഥിരമായി അതിന്റെ ട്രാൻസ്ലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്തഫ സിബായിയാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിക ഉമ്മത്തിന്റെ ഒരുമയെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്ന ഹസ്തദാനം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്ന ഗ്രീറ്റിംഗ്, ആ ഹസ്തദാനം എന്നാണോ നിങ്ങൾക്ക് ഹൃദയദാനമാക്കി തീർക്കാൻ സാധിക്കുന്നത് എങ്കിൽ അന്ന് ഇസ്ലാമിക ഉമ്മത്തിൽ വിള്ളലുണ്ടായി തീരുകയില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിൽ സ്വഫ് അങ്ങനെ ചേർത്ത് നിൽക്കുന്ന സമയത്ത് എന്നാണോ ആ ശരീരം ചേർത്ത് വെച്ചതുപോലെ നിങ്ങൾക്ക് മനസ്സ് ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് എങ്കിൽ പിന്നെ ആർക്കും ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ സാധ്യമല്ല, ഇസ്ലാമിക ഉമ്മത്തിലേക്ക് കടന്നു കയറാൻ സാധ്യമല്ല, ഇസ്ലാമിക ഉമ്മത്തിന്റെ യൂണിറ്റ് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. കാരണം എന്താണ്? 5 വക്ത് നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും അതേപോലെ തന്നെ ആഴ്ചയിൽ ദിനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിനത്തിൽ മസ്ജിദിൽ സംഗമിക്കുകയും ഉത്ബോധനം സ്വീകരിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് ഫന്തശ്റു ഫിൽ അർള്, വീണ്ടും ഭൂമിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ലഭിക്കുന്ന ക്വാളിറ്റി വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുന്നതിനപ്പുറമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോ മസ്ജിദുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൂടെ, ആരാധനകളിലൂടെ, അനുഷ്ഠാനമുറകളിലൂടെ, ഏകദൈവ വിശ്വാസ ബോധനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ദിക്ർ ദുആകളിലൂടെ, വ്യത്യസ്ത കർമ്മ പദ്ധതികളിലൂടെ ലഭിക്കേണ്ട തസ്കിയത്ത്, സംസ്കരണം, തർബിയത്ത്, ഇസ്ലാമിക വളർച്ചയുണ്ടാകണം. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിലും അല്ലാഹ് പറഞ്ഞല്ലോ, നമസ്കാരം ചേർത്ത് വെച്ചുകൊണ്ട് ഈ നമസ്കാരം നിർവഹിക്കണം. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം
മോശമായ നീചമായ സർവ്വ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുകയാണ് എന്നാണ്. നമ്മൾ മോശത്തരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പാടുണ്ടോ? നമ്മുടെ നാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാര വിചാരങ്ങൾ, നമ്മുടെ സഹവാസം, നമ്മുടെ സംസാരം, നമ്മുടെ സമീപനം, സാമ്പത്തിക ഇടപാടുകൾ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. കേരളക്കരയിൽ 3.5 കോടിയിലധികം SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ സംബന്ധിച്ച് അഥവാ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനെ കുറിച്ച് അതിന്റെ തീവ്രമായ പരിശോധന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ? കണക്കുകൾ വായിച്ചില്ലേ? കേരളക്കരയിൽ 3,50,00,000-ലധികം ആളുകൾ, 3.5 കോടിയിലധികം ആളുകൾ ഉണ്ട് എങ്കിൽ അറൌണ്ട് 1 crore 1 കോടിയോളം അഥവാ 90 lakh above 90 ലക്ഷത്തിലധികം മുസ്ലിമീങ്ങളാണ്. ആ 90 ലക്ഷത്തിലധികം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണെന്ത്? നമസ്കാരത്തിലൂടെ, സകാത്തിലൂടെ, ഹജ്ജിലൂടെ, ഉംറയിലൂടെ, പ്രാർത്ഥനയിലൂടെ എന്ത് നേടിയെടുക്കുക എന്നത്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് മാതൃകയാകാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇസ്ലാമിക ഉമ്മത്ത് വളർന്നു വരണമെന്നാൽ അതിനു വേണ്ടിയാണ് മസ്ജിദ്, അതിനു വേണ്ടിയാണ് അനുഷ്ഠാന മുറകൾ, അതിനു വേണ്ടിയാണ് ആദർശ ബോധനങ്ങൾ, അതിനു വേണ്ടിയാണ് ആയത്തുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക ഉമ്മത്തിന്റെ അകത്ത്, മുസ്ലിം കുടുംബങ്ങളിൽ, മുസ്ലിം ദാമ്പത്യങ്ങളിൽ, മുസ്ലിം വൈവാഹിക ചടങ്ങുകളിൽ, അതേപോലെ തന്നെയുള്ള നമ്മുടെ ഇടപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇതര സമൂഹത്തിന് എത്രത്തോളം മാതൃകയുണ്ട് എന്ന പുനഃപരിശോധന കൂടി ഈ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് കുറവ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിആറുമായി ഏത് രൂപത്തിലാണോ മതം ബന്ധമുണ്ടാക്കാൻ പറഞ്ഞത് എങ്കിൽ ആ ബന്ധമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ മസ്ജിദിന്റെ, ഈ മഹല്ലിന്റെ അണിയറ ശില്പികളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മസ്ജിദിന്റെ നവീകരണ പ്രവർത്തനം നടത്തുവാനുള്ള സ്ഥലം നിങ്ങൾക്ക് ഇവിടെയുണ്ട്. അതേ അവസരത്തിൽ ജുമാഅയും 5 വക്ത് നമസ്കാരവും പറയപ്പെട്ട രൂപത്തിലും അതല്ലാത്ത ഇസ്ലാമികമായ ചടങ്ങുകളും കർമ്മ പദ്ധതികളും നിരന്തരമായി നിർവഹിക്കുവാനുള്ള മസ്ജിദും ഇവിടെയുണ്ട്. അത് ഉണ്ടായിരിക്കെ തന്നെ പുതിയ ഒരു മസ്ജിദ് അതിന്റെ ഉദ്ഘാടന സമയം എത്തുന്ന സമയത്തിന് മുമ്പേ തന്നെ ഈ പ്രദേശത്തുള്ള യുവാക്കളെ, ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളെ അവർക്ക് ഇസ്ലാമിന്റെ ശാദ്വല തീരമണയാൻ, ഇസ്ലാമിന്റെ പ്രാമാണിക ബോധനം നടത്താൻ, അങ്ങനെ ഉമ്മത്തിനെ ഈ മസ്ജിദിലേക്ക് പരമാവധി അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ശ്രദ്ധയും നിങ്ങളുടെ ഭാഗത്ത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം അനാശാസ്യങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അധർമ്മങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. MDMA-യുമായി ഡോക്ടർ പിടിയിലാണ്, MDMA-യുമായി +2 അധ്യാപകൻ പിടിയിലാണ്, MDMA-യുമായി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പിടിയിലാണ്. പത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരിയുടെ വ്യത്യസ്ത കാര്യങ്ങളുമായിട്ട് പിടിയിൽ അകപ്പെടുന്നവരുടെ കോളങ്ങളിൽ, റിപ്പോർട്ടുകളിൽ ആരൊക്കെ കടന്നു വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണമെടുത്ത് പരിശോധിക്കുമ്പോൾ ചികിത്സയുണ്ട്, പരിഹാരമുണ്ട്. ആ പരിഹാരത്തെ സംബന്ധിച്ച് ഇസ്ലാമിക ഉമ്മത്തും മഹല്ല് ഭാരവാഹികളും കാര്യഗൗരവമായി ഇനിയും ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു തലമുറ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ പറയാൻ സാധിക്കണം, വിസിറ്റ് അവർ മോസ്ക്, നമുക്ക് പള്ളിയിലേക്ക് പോകാം, പള്ളി സന്ദർശിക്കാം. ലെറ്റ് us go to our masjid ഫജ്ർ നമാസ്, പ്രഭാത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാമെന്ന് പറയുന്നിടത്തുള്ള ക്യാമ്പയിനുകൾ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കണം. മൻ സല്ലൽ ഫജ്റ ഫിൽ ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആരാണോ സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് എങ്കിൽ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭർത്താക്കന്മാർ, സഹോദരിമാരെ സംസാരം ശ്രവിക്കുന്നുണ്ടല്ലോ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകും, ഹോസ്റ്റലുകളിലേക്ക് പോകും, ഭർത്താക്കന്മാർ ജോലിക്ക് പോകും. പോകുന്ന സമയത്ത് സഹധർമ്മിണിമാർക്ക്, മാതാക്കൾക്ക്, വീട്ടിലുള്ളവർക്ക് സമാധാനവും സമാശ്വാസവും കൊള്ളാൻ സാധിക്കുമോ? എൻ്റെ ഭർത്താവ് ഉപജീവനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് പടച്ച റബ്ബിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിത്തീരും. കാരണം സുബൈ ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ട്. സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉണ്ടായി തീരുമെന്നാണ്. +2 പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പ്രണയക്കെടുതിയിൽ ചെന്നുപെടുമോ, അതല്ല ലഹരിയിൽ ചെന്നുപെടുമോ, മൊബൈൽ അഡിക്ഷനിൽ ചെന്നുപെടുമോ, ഡിജിറ്റൽ ഡിപ്രഷൻ ബാധിച്ച് 2021-ന്റെയും 2024 മടക്ക് കേരളത്തിൽ 41ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നാണ്. 41ഓളം കുട്ടികൾ ഡിജിറ്റൽ ഡിപ്രഷൻ അഥവാ ഐപാഡുകളും മൊബൈലുകളും ഇങ്ങനെ ടീനേജ് സ്ക്രീനേജ് ആയി മാറി
ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങി ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ട് എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിർവഹിക്കണം എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെയായി മാറി ആ രൂപത്തിലേക്ക് അവസാനം ജീവനും ജീവിതവും സന്മാർഗവും അക്കാഡമിക്കും ആരോഗ്യവും കുടുംബവും സർവ്വതും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ഉത്ബോധനങ്ങൾ പല വിധത്തിൽ മനസ്സിനെ സംസ്കരിക്കുന്ന നമ്മുടെ മതത്തിലുണ്ട്. പക്ഷെ അത് പ്രയോഗവൽക്കരിക്കപ്പെടണം. പിതാവിന്റെ കൂടെ മക്കളുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുമായി മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ ഭവനവുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സ്പെഷ്യൽ ഓഫർ എന്താണ്? അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. അത് നമുക്ക് ലഭിക്കണ്ടേ? നമ്മുടെ മക്കൾക്ക് ലഭിക്കണ്ടേ? നമ്മുടെ കുടുംബത്തിന് അത് ലഭിക്കണ്ടേ? അതിന് ബന്ധമുണ്ടാകണം. സഹോദരിമാർ ജുമാഅക്ക് പങ്കെടുക്കണം. റമദാനിൽ തറാവീഹിന് പങ്കെടുക്കണം. സാധിക്കുമെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കണം. പള്ളികളിലെ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. സൽക്കാരത്തിന് പോകും, വിവാഹത്തിന് ശേഷം, നിക്കാഹിന് ശേഷം, അതേപോലെ തന്നെ യാത്ര പോകും, വിനോദയാത്ര പോകും. പോകുന്ന സമയത്തൊക്കെ യാത്ര തിരിക്കുന്ന കാറിലെ വാഹനത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാവിന് ഓർമ്മയുണ്ടാകണം. ജമ്മും കസ്ർ നമസ്കാരമുണ്ട്, ജമ്മു തഖദീമുണ്ട്, ജമ്മു തഅഖീറുണ്ട്. ളുഹറും അസ്റും ജമ്മാക്കാം, മഗ്രിബും ഇശാവും ജമ്മാക്കാം. കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ആ പഠിച്ച തിയറിയുടെ പ്രാക്ടിക്കൽ രൂപം മസ്ജിദിലൂടെ കാണിച്ചു കൊടുക്കണ്ടേ? യാത്രയിലൂടെ കാണിച്ചു കൊടുക്കണ്ടേ? ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വയനാട്ടിലേക്ക് പോയ സമയത്ത് ചുരം കയറി അങ്ങനെ പരീക്ഷാ സെന്ററിന്റെ തൊട്ടടുത്തുള്ള മസ്ജിദിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നു. മഗ്രിബിന്റെ സമയം, പിറ്റേന്നാണ് പരീക്ഷ. ഞാൻ മഗ്രിബ് നമസ്കരിച്ചു. മഗ്രിബ് നമസ്കരിച്ചതിന് ജമാഅത്തിലെത്തി നമസ്കരിച്ചു. എൻ്റെ ശേഷം വന്ന 3 കുട്ടികൾ, അതിൽ 2 ആൾ ജമാഅത്ത് നിസ്കരിക്കുകയാണ്. മഗ്രിബും ഇശാവും അവർ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്. കൂടെ വന്ന ഒരുത്തൻ നിസ്കരിക്കണില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ നിസ്കരിക്കാത്തത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചുരം കയറിയപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ ചുരം കയറി സമീപത്തുള്ള പള്ളിയിലേക്ക് പോയി. അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അസർ ആ പള്ളിയിൽ വെച്ച് ഞാൻ നിസ്കരിച്ചു. ഏതായാലും സൗകര്യം കിട്ടിയല്ലോ. അസറിന്റെ കൂടെ മഗ്രിബ് ജമ്മാക്കിയെന്ന്. അല്ലേ? അസറിന്റെ കൂടെ MAക്ക് പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഇസ്ലാമിക ഉമ്മത്തിലെ മുസ്ലിം കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗം പറയുകയാണെന്ന്, ഞാൻ അസറിന്റെ കൂടെ മഗ്രിബ് ജമ്മാക്കി എന്ന് പറയാ. അസറും മഗ്രിബും ജമ്മാക്കാൻ കഴിയോ? സുബൈ ജമ്മും കസുറാക്കാൻ കഴിയോ? ഏതൊക്കെ എങ്ങനെയൊക്കെ ജമ്മാക്കാം, ആക്കാതിരിക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? അതിനെന്ത് വേണം? ഉപബോധ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പക്വതയും പ്രായപൂർത്തിയും ആകുന്നതിന് മുമ്പേ മദ്രസ വിജ്ഞാനത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ കൊടുത്തതിന് തുടർച്ചയുണ്ടാകണം. ടാങ്കിയിലുള്ള വെള്ളമാണ് പൈപ്പിലൂടെ കിട്ടുക എന്ന് പറയുന്നത് പോലെ ഒരു കണ്ടിന്യൂറ്റി പ്രോസസ്സാണ് ഇസ്ലാമിക് ലൈഫ് എന്ന് പറയുന്നത്. അതിന് പള്ളിയുമായി നിരന്തരമായി മുസ്ലിം കുടുംബങ്ങൾക്ക് ബന്ധമുണ്ടാകണം. അതുകൊണ്ട് സഹോദരിമാര്, ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര് അവരൊക്കെ ജുമാഅക്ക് പങ്കെടുക്കണം, ഉത്ബോധനം കേൾക്കണം. എന്നിട്ട് മതത്തിന്റെ വിശ്വാസ വിഷയങ്ങൾ, അനുഷ്ഠാന മുറകൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ബന്ധവിശുദ്ധികൾ, വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം, പുതിയ കാലം, ആൺകുട്ടി പെൺകുട്ടി തർബിയത്ത്, കണ്ടംപററി ഏജ്, പുതിയ കാലത്ത് മക്കൾക്ക് തർബിയത്ത് കൊടുക്കേണ്ടത് ഏതൊക്കെ വിഷയങ്ങളിലാണ് കൃത്യമായ അവബോധം കിട്ടേണ്ടത്. മലയാളത്തിൽ ഖുത്ബ നടത്തുന്നതിന് വേണ്ടി 1 നൂറ്റാണ്ടിനോടടുത്ത മസ്ജിദ് ഈ മണ്ണിലുണ്ടായിട്ട് അതിനെ എത്ര കുടുംബങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മസ്ജിദിലേക്ക് വരാൻ സാധിക്കുന്ന സമയമായിട്ട് പോലും ഭാര്യയോട്, സഹോദരിയോട്, പെങ്ങളോട്, ഉമ്മയോട് മസ്ജിദിലേക്ക് ജുമാഅക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കാതെ അതല്ലാത്ത എല്ലാ കറങ്ങലിനും ഹൈപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, നിക്കാഹിന്റെ ചടങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്, വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അതേപോലെ ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഉത്ബോധനം ലഭിച്ചു കഴിഞ്ഞാൽ അവരും നന്നാകും, അവരുൾപ്പെടുന്ന കുടുംബവും നന്നാകും, എനിക്കും നന്മയുണ്ടാകും, കുടുംബത്തിനും അനുഗ്രഹമുണ്ടാകും. കാരണം വൈജ്ഞാനികമായ, പ്രാമാണികമായ ദീന് പഠിച്ചെടുക്കുവാനുള്ള പ്രതിവാര സംഗമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന അനുഗ്രഹം, അറിവ് എത്രത്തോളമാണ് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറഞ്ഞു വരുന്നത്, നമസ്കാരവും ജുമഅയും അടക്കമുള്ള കർമ്മകാര്യ അനുഷ്ഠാനവുമായി ഇസ്ലാമിക ഉമ്മത്തിന്റെ മുസ്ലിം കുടുംബങ്ങൾക്ക്, അംഗങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ടാകണം. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തിന് അനുഷ്ഠാന മുറക്ക് മാത്രമുള്ള കേന്ദ്രമല്ല. നമ്മൾ നമസ്കാരത്തിലേക്ക് മാത്രം ഒതുക്കിയിരിക്കുകയാണ്. നമസ്കാരം മസ്ജിദിൽ വെച്ച് നിർവഹിക്കുന്ന ഏറ്റവും ഉദാത്തമായ കർമ്മമാണ്. കാരണം സുജൂദ് എന്ന പദത്തിൽ നിന്നാണ് മസ്ജിദ് ഉണ്ടായിട്ടുള്ളത്. സജദ എന്ന വാക്കിന്റെ ഇസ്മു മക്കാനാണ്. അറബി ഭാഷയനുസരിച്ച് മസ്ജിദ് എന്ന് പറയുന്നത്, സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്തു എന്നാണ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. ഒരു റക്അത്തിൽ 2 തവണ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന കർമ്മമാണ് സുജൂദ് എന്ന് പറയുന്നത്. അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഇദാ കാന സാജിദ. ഒരടിമക്ക് തന്റെ സൃഷ്ടാവുമായി, അല്ലാഹുമായി
അഭേദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് സുജൂദിലായിരിക്കുന്ന സമയമാണ് എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്ന റബീഅത്ത് ബിൻ കഅബ് അസ്ലമി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് നിനക്ക് വല്ലതും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകരെ എനിക്ക് വേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ താങ്കളുടെ കൂടെ സ്വർഗ്ഗ സഹവാസമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അവ ഗൈറ ദാലിക, അതല്ലാതെ വല്ലതും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി പറയാ അത് മതി റസൂലേ എന്ന്. ആ സമയത്ത് ആ പ്രവാചകൻ പ്രതിവദിച്ചത് എങ്കിൽ ഫഇന്നി അലാ കസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന്. സുജൂദിന്റെ കേന്ദ്രമാണ് മസ്ജിദ്. സുന്നത്ത് നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം ഇതൊക്കെ നടക്കേണ്ടതുണ്ട്. അത് നമസ്കാരം നിലനിർത്തണം. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വാത്തിബുകളൊക്കെ തീർച്ചയായിട്ടും നടക്കേണ്ടതുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതല്ലാത്ത കർമ്മത്തിന്റെയും ഒക്കെ ശിരാ കേന്ദ്രമായി വർത്തിക്കേണ്ടതുണ്ട്. സക്കാത്ത് സംവിധാനങ്ങൾ, ഫിത്ർ സക്കാത്തും അതേപോലെ തന്നെ നിർബന്ധ സക്കാത്തും അതല്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ സക്കാത്ത് സെല്ല്, അതേപോലെ റമദാനിൽ സംഘാടനം നടത്തപ്പെടുന്ന ഫിത്ർ സക്കാത്ത്, ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഉദൂഹിയ്യത്ത്, അതിലൊക്കെ ജാതി മത ഭേദമന്യേ സർവ്വ മനുഷ്യരിലേക്കും അതിന്റെ ആശ്വാസം ലഭിക്കുന്ന വിധത്തിൽ നവോത്ഥാനത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രതിനിധീകരണം ഈ മസ്ജിദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതീക്ഷയാകുന്ന കേന്ദ്രമാണ്. കാരണം പ്രവാചകന്റെ മദീന പള്ളിയിലേക്ക് നജ്റാനിൽ നിന്നുള്ള ക്രൈസ്തവ സംഘം വന്നിട്ടുണ്ട്. അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. ക്രൈസ്തവ സംഘത്തിന് വിശ്വാസികൾക്ക് പ്രവാചകന്റെ മദീന മസ്ജിദ് അഭയം നൽകിയിട്ടുണ്ട് എങ്കിൽ പ്രസംഗത്തിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ പോരാ. UK ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, വിസിറ്റ് അവർ മോസ്ക് എന്നാണ് ആ ക്യാമ്പയിന്റെ പേര്. പ്രൈം മിനിസ്റ്റർ വരെ മുസ്ലിം സമൂഹം പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഓരോ ഗ്രാമത്തിലുമുള്ള പള്ളിയിലേക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ ഗ്രാമത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും മുസ്ലിം മസ്ജിദുകൾ വന്ന് സന്ദർശിക്കാവുന്നതാണ്. പള്ളിയിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി, ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ് എന്ന് പറയാറുണ്ടല്ലോ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, എന്നാൽ എല്ലാ തീവ്രവാദികളും എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്ന സമവാക്യം എന്ന പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മസ്ജിദിന്റെ മിനാരങ്ങളെ, ഇസ്ലാമിന്റെ ചടങ്ങുകളെ, ഇസ്ലാമിന്റെ ഹിജാബുകളെ, ഇസ്ലാമിന്റെ അനുഷ്ഠാന മുറകളെ പല അർത്ഥത്തിൽ യുക്തിവാദികൾ, നിരീശ്വര നിർമ്മതവാദികൾ, XY ടീമുകൾ പല വിധത്തിൽ ഇസ്ലാമിക ചിഹ്നങ്ങളെ വികൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല, തീർച്ചയായും ഞങ്ങളുടെ മസ്ജിദ് മൈത്രിക്ക് വേണ്ടിയാണ്, മാനവികതയ്ക്ക് വേണ്ടിയാണ്, ചൂഷണമുക്തമായ വിശ്വാസത്തിന് വേണ്ടിയാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ നിദർശനത്തിന് വേണ്ടിയാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, സാമ്പത്തിക സമത്വം പ്രദാനം ചെയ്യുന്ന സക്കാത്ത് നിർവഹണത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ നാനാവിധ പ്രൊജക്ടുകളാണ് ഞങ്ങളുടെ മസ്ജിദുകളുടെ പദ്ധതികൾ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ മസ്ജിദിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അറിയണം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും അതേപോലെ തന്നെ UK-യിലും മാത്രം നടന്നാൽ പോരാ. വർഗീയ ധ്രുവീകരണം ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന മലയാളക്കരയിലും തീർച്ചയായും മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മൈത്രി സംഗമങ്ങൾ സംഘടിപ്പിക്കണം. പുതിയ മസ്ജിദൊക്കെ ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം കർമ്മം ചെയ്യപ്പെടുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പല പദ്ധതികളും നിങ്ങൾ ആവിഷ്കരിക്കണമെന്ന സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകുന്ന അവന്റെ മസ്ജിദ്, ആ മസ്ജിദിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക, അതിന്റെ പ്രയാണത്തിൽ വിവിധ രൂപത്തിൽ പങ്കുവഹിക്കുക എന്നത് തീർച്ചയായും മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. ഞാൻ ആമുഖമായി ഹംദിൽ സൂചിപ്പിച്ച ഹദീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചത് എങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതാണ് എന്ന് ഇവിടെ ഇടക്ക് സൂചിപ്പിച്ചുവല്ലോ. KNM ജില്ലാ ട്രഷറർ എന്താ സൂചിപ്പിച്ചത്? അറബികളെ കാത്തിരിക്കുന്ന ഒരു കാലുണ്ടായിരുന്നു എന്ന്. മസ്ജിദ് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു നാട്ടിലേക്ക് അറബി വരികയാണ്. ആ അറബിയുടെ തൊട്ടടുത്ത മഹലിലെ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് ഞങ്ങളും അവിടെ പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, വല്ല ഫണ്ടുമുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് പറയാ. ആ സമയത്ത് ആ അറബി പറയാൻ, ഞാനിപ്പോൾ ഈ പള്ളിക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് അനന്തര സ്വത്തായിട്ട് പിതാവിൽ നിന്ന് ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയിരുന്നു, 2 അപ്പാർട്ട്മെന്റ്. അതിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഭാഗത്ത് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുകയാണ്, ഒരു ഭാഗം ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വാടകയ്ക്ക് കൊടുത്ത അപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ശേഖരിച്ച് ഈ പ്രദേശത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഫണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഇവിടേക്കത് നൽകിയതാണ് എന്ന്. നമ്മൾ എന്താ വിചാരിച്ചത്? അങ്ങേയറ്റത്തെ സമ്പന്നതയുടെ പ്രൗഢിയിൽ നിന്ന് അറബികൾ നമുക്ക് മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി പണമെടുത്ത് തരികയാണ് എന്നോ?
എല്ലാ അറബികളും അങ്ങനെയാണ് എന്നോ അങ്ങനെ നമ്മൾ ധരിച്ചു വശാകരുത്. അവരുടെ മനസ്സിൽ മൻ ബനാലില്ലാഹി ബൈത്തൻ, സമ്പത്തിന്റെ ഒരു വീതം നീക്കി വെച്ച് പടച്ച റബ്ബിന് പലരും അവർ കാണാത്ത പല ആളുകളും സുജൂദ് ചെയ്യുന്ന ഒരുപാട് നന്മയുടെ കേന്ദ്രമായി തീരുന്ന മസ്ജിദിന്റെ നിർമ്മാണത്തിന് ഭാഗവാക്കായി കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗലോകത്ത് അനശ്വരമായ സ്വർഗത്തിൽ അള്ളാഹു ഭവനമുണ്ടാക്കി കൊടുക്കുമെന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത്. അതല്ലാതെ സമ്പത്തിന്റെ കനം മാത്രമല്ല അവരുടെ പ്രയോറിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സഹകരണം, നമ്മുടെ വീടിന്റെ സൗകര്യം, സിറ്റ് ഔട്ടിന്റെ സൗകര്യം, ചുറ്റുമതിലിന്റെ ചെലവെടുത്താൽ തന്നെ മസ്ജിദിന്റെ പാതി നിർമ്മിക്കാൻ പാകത്തിലുള്ള അസറ്റുള്ള എത്ര സമ്പന്നർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആലോചിക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് 1000 രൂപ, ഒരു സ്ക്വയർ ഫീറ്റ് 2000 രൂപ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം, ഇതൊരു തൗഹീദി മസ്ജിദാണ്. മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന ഓപ്പൺ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രദേശത്തും പരിസര പ്രദേശത്തുമുള്ള ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? നമ്മുടെ വീട് അതിന്റെ നവീകരണത്തിന് വേണ്ടി പണം ഒഴുക്കി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു പിരിഞ്ഞാൽ പിന്നീട് ആ വീട്ടിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. എത്ര ലക്ഷവും കോടിയും ചെലവാക്കി കഴിഞ്ഞാലും. കാരണം ആ വീട് വിട്ടേച്ചുകൊണ്ട് ബർസഖിലേക്ക്, ഖബറിലേക്ക് നമ്മുടെ ആത്മാവും ശരീരവും ഒക്കെ മാറ്റപ്പെടുകയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ പടച്ച റബ്ബിന്റെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഒരു 10 സ്ക്വയർ ഫീറ്റ്, ഒരു സ്ക്വയർ ഫീറ്റ് 2000 എന്ന നിലക്ക് 20,000 രൂപ, അതല്ലെങ്കിൽ 1,00,000 രൂപ, അതല്ലെങ്കിൽ 50,000 രൂപ, 2 ലക്ഷം രൂപ വഖഫ് എന്ന നിയ്യത്തിൽ, സദഖ എന്ന നിയ്യത്തിൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മരിച്ചു പിരിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. തിജാറത്തല്ലൻ തബൂർ, നഷ്ടം സംഭവിക്കാത്ത ബിസിനസ്സിലാണ് നമ്മൾ ഷെയർ ചേരുന്നത് എന്ന ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് സഹോദരന്മാരെ തീർച്ചയായും നമ്മൾ ഭാഗവാക്കായി തീരണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രതിഫലം വരുന്നത്, സ്വർഗീയ അനുഭൂതി ലഭിക്കുന്നത്? മരിച്ചു പിരിഞ്ഞ് പുനരുദ്ധാരണ നാളെത്തുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെത്തുമ്പോൾ മരിക്കുന്നത് വരെ നമ്മൾ നിരവധി നന്മകൾ ചെയ്തു. മരിച്ചതിന് ശേഷം സദഖ ജാരിയയിൽ ഭാഗവാക്കായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നന്മക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മസ്ജിദിന് വേണ്ടിയിട്ട് സമ്പത്ത് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വരെ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലം ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അവസാനം സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന പാതേയമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള സദഖ ജാരിയകൾ മാറും. സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ, സുപ്രീം കോടതിയിൽ കേസിന് പോകുമ്പോൾ, വഖഫ് സംരക്ഷണത്തിന് വേണ്ടി റാലി സംഘടിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെയും നമ്മെ പരീക്ഷിക്കുന്നുണ്ട്. പൂർവ്വസൂരികൾ ചെയ്ത വഖഫാണ് പലപ്പോഴും നമ്മുടെ മദ്രസകൾ, നമ്മുടെ മസ്ജിദുകൾ, നമ്മുടെ യതീംഖാനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെങ്കിൽ പുതിയ കാലത്ത് ചെറുതോ വലുതോ ആയ രൂപത്തിൽ ഏതാനും സ്ക്വയർ ഫീറ്റുകളിലൂടെയെങ്കിലും 10 സ്ക്വയർ ഫീറ്റ് വഖഫായി ഞാൻ നീക്കി വെക്കുകയാണ് എന്ന രൂപത്തിൽ നിയ്യത്താക്കാനുള്ള അവസരം കിട്ടിയിട്ട് അങ്ങനെ വഖഫാക്കി മാറ്റാൻ, അതിന് സന്നദ്ധത കാണിക്കാൻ ഒരുക്കമുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു നമ്മെ നിരീക്ഷിക്കുമ്പോൾ അതിൽ സഹോദരന്മാരെ നമുക്ക് വിജയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മസ്ജിദുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, അതിന്റെ ആശയങ്ങളിൽ, ആദർശ പ്രബോധനങ്ങളിൽ, അതേപോലെ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഖൈർ ഉമ്മത്തി എന്ന നിലക്ക് പരിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ധാർമ്മിക സദാചാര സംരക്ഷണ വലയം, അതിലേക്ക് വിലയം പ്രാപിക്കുന്ന വിധത്തിലൊക്കെ അള്ളാഹുവിന്റെ ഭവനത്തെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചടങ്ങ് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ഒരു അനുഗ്രഹീത സായാഹ്നം, ഈ മസ്ജിദിന്റെ ശിലാസ്ഥാപനം തുടങ്ങി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനാ മനസ്സോടുകൂടി നമ്മൾ പിരിയുകയാണ്. ഇനി നിങ്ങൾ സാന്നിധ്യം കൊണ്ട്, സേവനം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സ്വതക്ക കൊണ്ട്, സ്വതക്ക ജാരിയ കൊണ്ട്, വഖഫ് കൊണ്ട് ഈ നന്മയിൽ തീർച്ചയായിട്ടും സാന്നിധ്യം അറിയിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്താണോ ഉള്ളത് എങ്കിൽ അത് നീക്കി വെച്ചുകൊണ്ടിരിക്കണം. സമ്പന്നരെ മാത്രം ആശ്രയിക്കരുത്, അവർക്ക് മാത്രമായിരിക്കരുത് ഇതുവഴി പ്രതിഫലം ലഭിക്കേണ്ടത് എല്ലാവർക്കും ലഭിക്കണം. അതിന് സംഘാടകര്, കമ്മിറ്റിക്കാര് രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കണം, അവസരം കൊടുക്കണം. പല ആളുകളിലേക്കും നിങ്ങൾ എത്തിപ്പെടണം. അവർക്കൊക്കെ ഈ നന്മയിൽ ഭാഗവാക്കാകുവാൻ തീർച്ചയായിട്ടും ഈ നിർമ്മാണ പ്രവൃത്തി നിമിത്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും നല്ല രൂപത്തിൽ അമാനത്തിന്റെ നിറവിൽ